ഗായ്സ് ഇന്നത്തത് ഒരു ലോവർ ബോഡി വർക്കൗട്ടാണ്. അതായത് മെയിനായിട്ടും കോട്സും ഹാംസും ആണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ കോട്സിനായിട്ട് ഫസ്റ്റ് ചെയ്യുന്നത് ഒരു ലെഗ് എക്സ്റ്റൻഷൻ ആണ്. ഒരു 10 to 12 റെപ്സിൽ ഒരു 4 സെറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. മറ്റുള്ള മസിൽസ് ഇൻവോൾവ് ആവാതെ ക്വാഡ്രിസെപ്സ് മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഐസൊലേഷൻ വർക്കൗട്ട് ആണ് ലെഗ് എക്സ്റ്റൻഷൻ. നെക്സ്റ്റ് നമ്മൾ ഹാംസ്ട്രിങ്സ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റ്. നമ്മൾ ഡംബലില് ഒരു 4 സെറ്റ്സ് 10 to 12 റെപ്സ് ചെയ്തു. ഹാംസ്ട്രിങ്സ് ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നെങ്കിൽ പോലും നമ്മുടെ ഗ്ലൂട്ട്സും അതുപോലെ കാഫും ഒക്കെ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഓൾറെഡി ആക്ടിവേറ്റ് ആവുന്നതാണ്. സ്റ്റിഫ് ലെഗിന് ശേഷം നമ്മൾ നേരെ പോയത് ഒരു ക്വാഡ്രിസെപ്സ് വർക്കൗട്ടാണ്. ബാർബൽ സ്ക്വാട്സ് സ്ഥിരം ചെയ്യുന്ന കാരണം ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്രാവശ്യം ഡംബലില് നമ്മൾ നാരോ സ്റ്റാൻഡ് സ്ക്വാട്സ് ആണ് ചെയ്തത്. കാണാൻ ഈസി ആയിട്ട് തോന്നുമെങ്കിലും വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വാഡ്രിസെപ്സ് വർക്കൗട്ടാണ് ഈ നാരോ സ്റ്റാൻഡ് സ്ക്വാട്സ്. നെക്സ്റ്റ് നമ്മൾ ഹാംസ്ട്രിങ്സിന്റെ വർക്കൗട്ടായ ഒരു ലെഗ് കേഴ്സ് ചെയ്ത് വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതിന്റെ വീഡിയോ ഞാൻ എടുക്കാത്ത കാരണം ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. സോ നെക്സ്റ്റ് വീഡിയോയിൽ